ഉന്നത വിദ്യാഭ്യാസം നേടിയ കോളേജ് ലെക്ചറർ. അയാളിൽ തീവ്രവാദം എങ്ങനെ കടന്നുകൂടി എന്നുള്ളത് അയാളുടെ ഭാര്യയ്ക്കും അയാളുടെ ഫാദറിനോയ്ക്കും വരെ അജ്ഞാതമാണ്. ആയിത്തീർന്ന കഥയൊന്നും പറയണ്ട. കിടന്ന് ചളവള പറയാതെ താൻ മാറ്ററിലേക്ക് വാ. സ്ഫോടന വസ്തുക്കൾ നിറയ്ക്കാൻ ആ ബ്രോക്കറിൽ നിന്ന് വാങ്ങിയ മാരുതി കാറുകൾ അതെവിടെ? അതെല്ലാം അതിർത്തി കടന്ന് തമിഴ്നാട്ടിൽ എത്തിക്കഴിഞ്ഞു എന്ന് വേണം വിശ്വസിക്കാൻ. വാട്ട്? അതെങ്ങനെ ഉറപ്പിച്ച് പറയും? താൻ കണ്ടോ അതിർത്തി കിടക്കുന്നത്? പ്ലീസ് ഡോണ്ട് ഇന്ററാപ്റ്റ്. ഡിസംബർ 6 നടക്കുമെന്ന് ഉദ്ദേശിക്കുന്ന സ്ഫോടനങ്ങൾ ശബരിമലയിലോ മറ്റു ക്ഷേത്രങ്ങളിലോ അല്ല, മറിച്ച് പഴനിയിലാണ്. പഴനിയിലോ? യെസ്, ഐ ഹാവ് സ്ട്രോങ് റീസൺസ് ടു ബിലീവ്. ടെററിസ്റ്റുകളിൽ ചിലർ പഴനിയിൽ താമസിച്ചു എന്നതിനുള്ള തെളിവ് ഹോട്ടൽ ബിൽസ്, പഴനിയിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്ത ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ്, ഇത് ഡെഡ് ബോഡി സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് സാർ. തീർത്ഥാടന കേന്ദ്രമായ പഴനിയിൽ ഭീകരർക്ക് എന്ത് കാര്യം? ഇതുകൊണ്ട് മാത്രം പഴനിയിൽ അവർ പൊട്ടിക്കുന്നു പറയാൻ പറ്റില്ല. എന്നെ സംസാരിക്കാൻ വിടില്ല. ഇരിക്കലോ അവിടെ. ഭീകരരുടെ ഗൂഢാലോചന ഇവിടെ കേരളത്തിലും ലക്ഷ്യം പഴനിയുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഴനിയാണെങ്കിൽ കിഴക്കമ്പലം ഷൂട്ടൌട്ടോട് കൂടി അവരുടെ ഗൂഢാലോചന തകർന്ന സ്ഥിതിക്ക് ആ പരിപാടി അവർ ഉപേക്ഷിച്ചിരിക്കില്ലേ? സാധ്യതയില്ല സാർ. കിഴക്കമ്പലം ഷൂട്ട് ഔട്ടിൽ ആകെ മരിച്ചത് 4 പേരാണ്. അതിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു, അവർ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. അവരോടൊപ്പം ബാബുവും കൂടെ ചേർന്നാൽ എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ തമിഴ്നാട് പോലീസിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഈ വിവരം അറിയിക്കുക. ഈ മനുഷ്യന്റെ വർത്തമാനം കേട്ട് തമിഴ്നാട്ടിലെ ജനങ്ങളെ പാനിക് ആക്കരുത്. അവസാനം പഴനിയിൽ ഒരു പടക്കം പോലും പൊട്ടില്ല. ഇയാൾ അന്വേഷണത്തിൽ നിന്ന് മാറ്റണം. ഇവിടെ കേരളത്തെ കയ്യെത്തും ദൂരത്ത് കിട്ടിയ ഭീകരരെ പിടിക്കാൻ പറ്റാത്ത ഇയാൾ പഴനിയിൽ എന്ത് ചെയ്യാനാ? കേരള പോലീസിനാകെ മാനക്കേടുണ്ടാക്കാൻ നടക്കുന്നു. കുറെ നേരമായി തുടങ്ങിയിട്ട് എന്റെ തൊപ്പി പോയാലും വേണ്ടില്ല, ഇനി വാ തുറന്ന ഇടിച്ച് കൂമ്പിയാൻ കലകികളെ.